Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM, BCOM, BBA ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൺലൈൻ കോച്ചിങ്ങിനാണെങ്കിലും അഡ്മിഷനാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഗൂഗിൾ മീറ്റിലൂടെ വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ആകെ കൂടി ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിന് നമുക്ക് UGC റെക്കഗ്നീഷനും ഉണ്ട്. മറ്റുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത്. സോ ഇതിൻ്റെ അഡ്മിഷൻ ഡേറ്റ് ജൂൺ 20 ആരംഭിച്ച് ജൂലൈ 31 ക്ലോസ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ചാനലിലൂടെ നൽകിയതാണ്. ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇനിയും വിളിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് വരെയൊക്കെ കുട്ടികൾ അഡ്മിഷൻ എടുക്കാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പോഴൊക്കെയാണ് അതുകൊണ്ട് തന്നെ മെജോറിറ്റി കുട്ടികൾ അഡ്മിഷനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ, നമ്മുടെ സ്ഥാപനം അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നതാണ്. അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൈറ്റ് ഹാങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളൂ. അതല്ലെങ്കിൽ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്നത്, ഇനി ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മുടെ സ്ഥാപനമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ BA MA ഇതിൻ്റെ ഒന്നും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ അഡ്മിഷൻ മാത്രമാണ് എടുത്തു കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇനി അഡ്മിഷൻ എടുക്കുന്നില്ല. ഡേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻ മാത്രമാണ് എടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 MAയുടെയും BAയുടെയും നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. BCOM, BBA, MCOM ഈ 3 കോഴ്സസിൻ്റെയാണ് നമ്മളിനി അഡ്മിഷനും അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ്ങും നമ്മളിനി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ UGC റെഗുലേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ മാറ്ററിലോട്ട് കിടക്കുകയാണ്. UGC റെഗുലേഷൻ പ്രകാരം ജൂലൈ 31 ഇത് ക്ലോസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, ഈ റെഗുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കുന്നില്ല. ബട്ട് മറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതുവരെയായിട്ട് ഒരു ഉറപ്പും യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല ജൂലൈ 31 എന്ന് പറയുന്ന ആ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. ഒരു കാരണവശാലും ഇനിയും വൈകിക്കരുത്. ദെൻ ഇതിൻ്റെ ഒരു റീസൺ പറയുന്നത് UGC റെഗുലേഷൻ ഉണ്ട്. നിങ്ങൾ കോഴ്സും കാര്യങ്ങളും എക്സാം ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഈ ഒരു ദിവസം നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര മാസം മുമ്പ് തന്നെ നിങ്ങളുടെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത് ഇരിക്കണം എന്നുള്ള റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കാത്ത. ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ഇപ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും പലപ്പോഴും ഇപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ പ്രൊസീജിയേഴ്സൊക്കെ നോക്കുമ്പോൾ സൈറ്റിലൊരു ഹാങ്ങിങ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഇനി അവസാനത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.